ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പുതിയൊരു ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പേരാണ് ഹലോ നെയ്ബർ കേസ്. ഇതിൽ വേറെയും ഗെയിമുണ്ട്. പിന്നെ ഈ ഒരു ഗെയിം ഞാൻ കളിച്ചതാണ്. കാരണം ഞാൻ ഇപ്പം ന്യൂ ഗെയിമാണ്. ഇത് ഞാൻ ജയിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അത് ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. അപ്പം ഞാൻ കുറേ കഷ്ടപ്പെട്ട് കുറേ നേരം എടുത്തായിരുന്നു. എന്തിനെന്ന് വെച്ചാൽ ഞാൻ ഉടായ്പ രീതിയിലായിരുന്നു ആദ്യം ഈ ഒരു ഇവിടെ ഒരു റെഡ് കീ ആണ്. ഒരു കുട്ടീനെ ഇവിടെ പിടിച്ചിട്ടിട്ട് അവൻ്റെ കൂട്ടി ഒരു റൂമിൽ അടച്ചിടും. ഓക്കെ, ആ റൂമിൽ കയറുന്ന റെഡ് കീ വേണം. അത് ഇതിൻ്റെ മണ്ടയിൽ എന്തിനാണ് വെച്ചിരിക്കുന്നത്. അതെടുക്കാനാണ് നമ്മൾ ഈ വീട്ടിലൊക്കെ കയറി ചെയ്യണം. അവിടെ മറ്റേ കൊച്ചിനെ പിടിച്ച കടച്ചിരിക്കണ്ട, ഈ കടച്ചിലൊക്കെ കേൾക്കും. കൊച്ചിനെ പിടിച്ച് അകത്തിടണേ, പിന്നെ ഈ റെഡ് കീ കൊണ്ടുവയ്ക്കണേ കാണിക്കും. മറ്റേ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. കുറച്ച് കഥയൊക്കെ കാണാനുണ്ടായിരുന്നു അവിടെ, ഞാൻ സ്കിപ്പ് ചെയ്തത്. ഇതിൽ യഥാർത്ഥ രീതി എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ ഇവിടെ എന്തിനും ഞാൻ പറഞ്ഞുതരാം. കാറ്റ് നോക്കി ഡസ്റ്റ്ബിനൊക്കെ എടുക്കണം, ഈ കുപ്പയും പാട്ടയൊക്കെ വാരി എടുക്കണം. എന്നിട്ട് ഇങ്ങനെ മണ്ടയൊക്കെ ഇതാണ്ടേ വലിയ പണി. അപ്പം ആദ്യം ഞാൻ അപ്പുറത്തെ ഇതെൻ്റെ വീടാണെന്ന് തോന്നുന്നു. ഈ നീല എന്തോ സാറിന് ആ വീട് മാത്രം തുറക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവിടെ ഞാൻ കുപ്പയും പാട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നതല്ലേ, കുപ്പയും പാട്ടയെന്ന് ടിവിയും റേഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വെച്ചാണ് ഞാൻ കയറിയതാക്കിയത്. പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെ വെറുതെ ചാടിയൊക്കെ കയറാണ്. ഇത് വേറൊന്നുമില്ല. എന്നിട്ട് ഈ ചില്ല് നശിപ്പിക്കണം, എന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറണം. ഇവിടെ അവന് വരാൻ പറ്റിയില്ല സൗണ്ട് കേട്ടെ. കാരണം ഇവിടുത്തെ ഡോറ് വീഴാണ്ട ഈ സ്വിച്ചിലാണ് കൺട്രോൾ ചെയ്യണം. അത് ഓണാക്കിയിട്ട് ഇതല്ലേ ഓണാക്കാൻ. ഇനി നോക്കി ഇതെടുക്കണം, വിളി അറിയണം. അല്ലെങ്കിൽ ഇത് എടുത്ത് വിളി അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കയറണം. ഞാൻ ഇവിടെ വെച്ചാണ് ഈ സ്യൂഡായിപ്പ് ചെയ്തത്. ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ഡോറ് തുറന്നിട്ട്, എന്നിട്ട് ഞാൻ ഇവിടെ കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കി. എനിക്കൊന്നും അറിഞ്ഞൂടല്ലോ, അപ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാക്കി കുറേ. അപ്പോഴാണെങ്കിൽ ഇവനാണെങ്കിൽ ഈ ഡോറിൻ്റെ അവിടെ എന്തൊരു ഗ്ലിച്ചായ എന്തൊരു സാധനം വീണതാണ്. ആ സൗണ്ട് കേട്ടിട്ട് അവൻ അവിടെ പോയിട്ട് ഈ ഡോറങ്ങ് തല്ലി പൊളിച്ച്. ഇവിടെ ഒരു കസാര വെച്ചാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. അതങ്ങ് തല്ലി പൊളിച്ച് അവൻ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി. എന്നിട്ട് ഇവൻ പോയപ്പോൾ ഞാൻ കയറി അവിടെയുള്ള കീ എടുത്ത് വെളിയിറങ്ങി. എന്തിന് ചവിട്ടി പൊളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൊട്ടെ ഇന്നൊക്കെ വെളിയിറങ്ങാം. ഇനിയൊരു സാധനമുണ്ട്, ഇതെടുത്ത് കളയാം. ഈ കാറിൻ്റെ കീ വേണം. ഇവിടെ എൻ്റെ ആണുങ്ങളെ ഈ കാറിൻ്റെ കീ നമുക്ക് വേണം. എന്നിട്ട് കാറിൻ്റെ അവിടെ പോകണം. അയ്യോ, ഇത് എവിടെ കയറണം ഞാൻ? ഇതിപ്പോൾ ഞാൻ എളുപ്പ രീതിയിലാണ് കാണിക്കുന്നത്, കാരണം ഇത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പം തോറയുടെ കാറ് ഇനി ഈ സാധനം എടുക്കുക, ഇതങ്ങ് കളയാം. ഇനി ഇതെടു സെറ്റ്. പൂനാണെങ്കിൽ നമുക്ക് അടിച്ചൊക്കെ ഇടാം. അടിച്ചിട്ടുണ്ട്. വീണ്ടും വീട്ടിൽ കയറി. ഇതിപ്പോൾ നമ്മളെ വീടാണ്, അങ്ങനെയല്ല, ഇതൊന്നുമല്ല വേണ്ട. ഇപ്പം ഞാൻ പ്രൊഫഷണലാണ് ചാട കിട്ടുമോ? അയ്യേ, ഇതല്ല വേണ്ട, ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ട. ഞാൻ എന്തിനു കാണിക്കുന്നത് പൊട്ടാൻ. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഈ ഗ്ലാസ് അങ്ങ് അടിച്ച് പൊട്ടിക്കണം. പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ചിലപ്പോൾ പെട്ടുപോയ ഇറങ്ങാനാണ്. എന്നിട്ട് ഇവിടത്തെ തുറക്കണം. ഞാൻ അവൻ പിടിക്കാതിരിക്കാനാണ് അതൊക്കെ പൊട്ടിച്ചൊക്കെ ഞാൻ അതെടുത്തിട്ട് വരാം. ഇപ്പം എന്താണ്, ഞാൻ ഈ സാധനം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല. അതുകൊണ്ട് ഈ സാധനം കണ്ടോ, ഈ നമുക്ക് ഇങ്ങനെ തുറക്കണം. ഇത് വേണ്ട, ഇനി മണ്ടേ കയറി പോവാം. ഇവിടെ നിന്ന് ഇത്രയും ചെയ്ത് ഇവിടെ കയറാനുള്ള സാധനമാണ് ഞാൻ മറ്റവനെ കൊണ്ട് ചവിട്ടി പൊളിപ്പിച്ചത്. കണ്ട, ഈ കസാരയാണ് ഇവിടെ ബ്ലോക്ക് ചെയ്തിരുന്നത്. ഇനിയൊന്നുമില്ല, ഈ റെഡ് കീ എടുക്കുക. അതിനെക്കാട്ട് വേറൊരു ഉടായ്പ് വഴിയുണ്ട്. അത് നമുക്ക് നേരത്തെ ഒരു മാഗ്നറ്റ് കിട്ടിയില്ലേ ഗൈസ്? ഞാൻ യൂട്യൂബിൽ കണ്ടേണ്. ഞാൻ മാഗ്നറ്റ് എടുക്കുക, എന്നിട്ട് ഇതാണ്ട് ഇവിടെ വന്നിട്ട് മറ്റേ മാഗ്നറ്റിൻ്റെ വലിക്കുന്ന ബട്ടൺ കൊടുത്താൽ മതി. അപ്പോൾ ഈ കീ നമ്മളെ കയ്യിൽ. അത് ഭയങ്കര എളുപ്പമാണ്. ഇത്
പൊട്ടിക്കാൻ വേണ്ടി നമുക്കൊരു പെട്ടി എടുക്കാം. കാരണം ഈ കീ എറിഞ്ഞ ചെറുതല്ലേ, അപ്പം പൊട്ടുകയും ഇത് വനങ്ങായി സ്ക്രീന്. ഇപ്പൊ അവ എവിടെയെന്ന് നമുക്ക് അറിയാം. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടിയിട്ട് അടിച്ചിട്ടിട്ട് നമുക്ക് ചെയ്യാം. കാരണം അവൻ പ്രൊഫഷണൽ, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്നു നമുക്ക് പെട്ടെന്ന് കയറണം. ഇത് കൊടുക്കുക, തുറക്കുക, കഴിഞ്ഞ്. ഇനി ഇവിടെ ഒരു വേറെ ഇനിയുണ്ട്. ഇത് കഴിഞ്ഞ് ആക്ട് 2 അല്ല ആക്ട് 1 തീരും. ആക്ട് 2 വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അതിന് പൈസ കൊടുക്കണം. ഞാൻ വിചാരിച്ച് കുറേ ആക്ട് കളിക്കുകയാണ്. ഇത് ഇവിടെ കണ്ട് ഈ സാധനം ഇവിടെയാണ് കൊച്ചു കിടന്ന് പറയുന്നത്. ഓക്കെ, അത് കൊച്ചിനെ പറ്റിക്കാൻ വേണ്ടിയുള്ള മൈലാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യണേ ഈ സാധനങ്ങൾ തുറക്കുക. ഓക്കെ, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ്. ഇതൊന്നും തുറക്കാൻ പറ്റില്ല, ഇനി എളുപ്പ വഴിയാണ്. ഈ ഡോർ തുറക്കുക. ഇവിടെ കണ്ട് ഈ കസാരയൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റണം. ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. കസാരയും ഇതൊക്കെ എടുത്ത് മാറ്റാം. കുന്നയില്ല കസാരയൊക്കെ അങ്ങ് എടുത്ത് മാറ്റാം. ഇത് നമ്മളെ വഴിയാണ്, കണ്ട. എന്നിട്ട് ഇത് കണ്ട, ഇത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യടാ, ഓഫ് ചെയ്ത് ഇതൊക്കെ അടങ്ങി. ഇനി ഞാൻ വഴിയൊക്കെ പറയും. ഇനി ഇവിടെ കൂടെ കയറിയിട്ട് ഈ വഴി കയറണം. എന്നിട്ട് ഇവിടെ ഈ അറ്റത്ത് വന്ന് ഈ ഡോർ തുറക്കണം. എന്നിട്ട് ഇവിടെ വരണം. അതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു ഡോറുണ്ട്, അത് തുറക്കാനാണ്. ഇങ്ങനെ വന്ന് ഇവിടെ കയറണം. കണ്ടോ, ഈ ഒരു സാധനം കറണ്ട് ഇവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് എന്ത് പറയാ, അത് മാറ്റാം. ഇവിടെ ഞാൻ കയറൂലേ, ഇവിടെ കൂടെ പൊളിച്ച് വേണമെങ്കിൽ നമുക്ക് അവിടെ പോവാം. പക്ഷെ ഞാൻ പൊളിച്ചാൽ എനിക്ക് ലാഗ് അടിച്ച് അവിടെ തന്നെ നിൽക്കും. എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അവിടെ ഞാൻ ഇങ്ങനെ സ്റ്റക്ക് ഇങ്ങനെ നിൽക്കും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ കണ്ടതാണ്. എന്നിട്ട് ഞാൻ ഒന്നേന്ന് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് ഒന്നേന്ന് കളിക്കേണ്ടി വന്നു. ഇപ്പം ഞാൻ അതിന് വേണ്ടി ചെയ്യണത് ഇങ്ങനെയാണ്, കാണിച്ചു തരാം. എവിടെ എത്തിയില്ല, ഇവിടെ ഇതിവിടെ വന്ന ഞാൻ തന്നെ മറന്ന പ്രൊഫഷണൽ മറക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതാണ്ട ഈ സാധനം കണ്ട, ഇത് ഓപ്പൺ ആക്കണം. ഇതൊന്ന് ഓണാക്കണം. ഇനി എന്നൊക്കെ ബട്ടനൊന്നും ഓഫ് ആവുന്നില്ല. ഓക്കെ, നമ്മളിവിടെ കുറേ നേരം നിന്നാൽ മറ്റങ്ങേര് വരും ഗൈസ്. ഇവിടെ നമ്മൾ കുറേ നേരം ചുറ്റിപ്പറ്റി നിന്നാൽ മറ്റങ്ങേര് ടോർച്ചും കൊണ്ടുവരും കിടങ്ങ്. അത് ഞാൻ നേരത്തെ കുറേ അന്വേഷിച്ചപ്പോഴേ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേര് വന്ന്. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അങ്ങേര് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത് കൊടുക്കാം. ഇത് കൊടുക്കാം, ഓപ്പൺ ആക്കുക. ഓക്കെ, ഇവിടുത്തെ എന്തൊരു ഒരു ലോക്കാണത്. അത് നമ്മൾ കറണ്ടിലാണ് ലോക്ക് ഇട്ട് വെച്ച് ഇനി ഓടണം. അത് കറണ്ടിലാണ് ലോക്ക് ഇട്ടിരിക്കുന്നത്. അത് ഓഫ് ചെയ്തുകൊണ്ടാണ് ഇത് തുറക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓടണം. മൂഞ്ചി. ഇനി നമുക്കൊന്നുമില്ല. ഇനി നമുക്ക് പൈസ കൊടുത്താലേ അടുത്ത അത് ബാക്കി എന്തെങ്കിലും അറിയാൻ പറ്റും. ഇനി ഞാൻ കാണിച്ചു തരാം. കണ്ടിന്യൂ ബൈ ഫുൾ ഗെയിം കണ്ട. ഇതൊക്കെ ഞാൻ ഒറ്റ സ്ട്രെച്ചിലാണ് തീർത്തത്. പെട്ടെന്നൊക്കെ തീർന്നു. പെട്ടെന്ന് തന്നെ ഞാൻ തീർത്തിട്ടുണ്ട്. ഭയങ്കര സ്പീഡിലാണ് ഞാൻ കളിച്ചത്. ഭയങ്കര എളുപ്പമായിരുന്നു. കേസ് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാം. വീഡിയോ കുറയ്ക്കുകയാണെന്നൊന്നും ചെറിയ വീഡിയോ ആണ്. എന്തായാലും ഞാൻ കളിച്ചിട്ടുള്ളതാണ് ഇത്രയും പെട്ടെന്ന് നടക്കും. എന്തായാലും ബൈ.